ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വീണ്ടും മൈൻക്രാഫ്റ്റാണ് കളിക്കാൻ പോകുന്നത്. ദാഷൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ കളിച്ചതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. നമുക്ക് ഇന്നലത്തെ വേൾഡിന് കളിക്കാം. ഒരു മാറ്റമില്ല ഇന്നലത്തെ. ഈ വീഡിയോയിൽ നമുക്ക് ഒരു സ്റ്റോണേജ് ആവാൻ പറ്റുമോ നോക്കാം. പിന്നെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പുതുതായിട്ട് കാണുന്നവർ ഫുള്ള് വീഡിയോ കാണുക, എന്നിട്ട് കമൻ്റ് ഇടുക. നമുക്ക് ഒരു ബെഡ് ഉണ്ടാക്കിയല്ല, ഒരു 4 സ്റ്റിക്കാക്കണം. നമുക്ക് ഇന്നലെ ആക്കിയിട്ടില്ലേ, കുറച്ച് ഒരു സ്റ്റാക്ക് ഗോബിൾ സ്റ്റോൺ കൊണ്ട് നമുക്ക് ആക്കാം. ഒരു ആക്സും ഒരു മറ്റേ പിക്കാക്സും പിന്നെ ഒരു സോഡും ആക്കി നമുക്ക് ഇൻവെൻട്രിന്ന് സ്റ്റിക്കും പിന്നെ വുഡൻ പിക്കാക്സും മാറ്റി വെക്കാം. നമുക്ക് ഈ വീഡിയോയിൽ എങ്ങനെയെങ്കിലും ഒരു കോബിൾ സ്റ്റോൺ ഹൗസ് ഉണ്ടാക്കാൻ നോക്കാം ഗൈസ്. നമുക്ക് നല്ലൊരു സ്ഥലം കണ്ടെത്തണം. ഇവിടെ നമുക്ക് ബെഡ് വെക്കാം, പിന്നെ ഉറങ്ങാം. രാത്രിയായി ഗൈസ്, അതുകൊണ്ട് വേഗം ഉറങ്ങിയിട്ട് രാവിലെ എണീക്കാം. ഹായ് ഗൈസ്, നമ്മൾ എണീറ്റു. ഇനി നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് പോവാം. ഗെയിം പ്ലേയിലല്ല, വീടുണ്ടാക്കാൻ നോക്കാം. ഇവിടെ ഒരു പന്നിയുണ്ട്, ഇതിനെ കൊല്ലാൻ നമുക്ക് ഗൈസ്. സോഡ് ഫസ്റ്റാണ് ഞാൻ ഒരു സോഡിനെ കൊണ്ട് ഫസ്റ്റാണ് ഒരു വീഡിയോ യൂട്യൂബിലിട്ടിട്ട് സോഡിനെ കൊണ്ട് ഞാൻ പന്നീനെ ഒരു ജീവിനെ കൊല്ലുന്നത്. ഇതുവരെ ഞാൻ ഒരു യൂട്യൂബ് ചാനലിലും ഇട്ടിട്ടില്ല. സോഡിനെ കൊണ്ട് പന്നീനെ കൊല്ലുന്ന ഇട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ യൂട്യൂബിൽ സോഡിനെ കൊണ്ട് പന്നീനെ കൊന്നത്, ഈ യൂട്യൂബ് ചാനൽ ഇട്ടത്. അല്ലാതെ ഞാൻ കുറേ കൊന്നിന്. നമുക്ക് നേരെ ഒരു സ്ഥലത്തേക്ക് പോവാം. നമുക്ക് ഇതോ ഒരു കഷ്ണം മാത്രമുള്ള ഇത് നമുക്ക് അവിടെ തന്നെ വെക്കാം, ഇതെടുക്കണ്ട. ഇനി നമുക്ക് ഈ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മുകളിൽ കയറി വെക്കാം. നമുക്ക് കോബിൾ സ്റ്റോൺ കൊണ്ട് ഇവിടെ എവിടെയെങ്കിലും വീടുണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ഗൈസ്, ഇവിടെ ഒരു ഷീപ്പുണ്ട്. നമുക്ക് ഈ മരത്തിൻ്റെ മുകളിൽ കയറി നോക്കാം. അതിൻ്റെ മുമ്പിൽ ആ സർക്കിള് വീണൊരു മരത്ത്, അതിൻ്റെ മേലെ കയറി വെക്കാം. അത് തന്നെ, ഇതിൻ്റെ മേലെ കയറി വെക്കാം. ഏറ്റവും മേലെ കയറി വെക്കാം. നല്ല സ്പോട്ട് ഉണ്ടോന്ന്. ഇവിടെ ഫുള്ള് കാട് ഏരിയ ഗൈസ്. ഞാൻ വീണുപോയി. ഇതൊന്നും തിന്നാൻ കഴിയാത്ത ഗൈസ്. ഈ റോമട്ട തിന്നാൻ കഴിയുന്നില്ല. ആ പശു ഉണ്ട്, ആ പശുവിനെ മൈൻഡ് ആക്കണ്ട. നമുക്ക് ഈ ഏരിയയിൽ വീട് വെക്കാം ഗൈസ്. നമുക്ക് ഒരു വലിയ വീട് വെക്കാം. അത്യാവശ്യം ഒരു രസമുള്ള വീടാക്കാം ഗൈസ്. ഇവിടെ പൂവുണ്ട്, ഇത് കളയാം ഗൈസ്. നമുക്ക് വല്ലാത്ത ചടങ്ങാ ഗൈസ്. ഗൈസ്, നമുക്കൊരു വലിയ വീട് ഉണ്ടാക്കാൻ നോക്കാം. ഇവിടെ പൂവ് മാറ്റിയിട്ടുണ്ട് നമ്മൾ. നമുക്കിങ്ങനെ ഒരു എന്താ പറയുക, ചതുര ഷേപ്പിൽ ആക്കാം. സ്ക്വയറല്ല, മറ്റേത് ഇങ്ങനെ തന്നെ. സ്ക്വയറല്ല, മറ്റേ ചതുരല്ലേ, സാധാ ചതുരം. സമചതുരല്ല, സാധാ ചതുരം ആക്കാം. വീട് ആടെ സ്ഥലം മാറിപ്പോയി. ഇത് വെക്കണ്ടേ.
ഇനി നമുക്ക് ഇവിടെ തന്നെ വെക്കാം, വെക്കേണ്ട സ്ഥലത്ത് തന്നെ വെക്കാം. ഇവിടത്തേക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് മുകളിൽ നിന്ന് ഇത് കളയണം, ഈ പുല്ല് പൊട്ടിച്ച് കളയണം. ഈ മരത്തിൻ്റെ ഇങ്ങനെ അതിൻ്റെ മുകളിൽ കയറുക. കുഴപ്പമില്ല, അപ്പുറത്ത് തന്നെ മുകളിൽ കയറുക ഗൈസ്. ഇത്ര ഹൈറ്റ് മതി ഗൈസ്. ഈ വീടിന് നമുക്ക് ഓടിട്ട വീടാക്കാം. ഈ വീട് ഓടിട്ട വീടാക്കാം. നമുക്ക് ഈ വീഡിയോയിൽ ഇതിൻ്റെ മറ്റേന്ന് പറയുക മേൽക്കൂരയും കൂടി ആക്കും. അത് കഴിഞ്ഞാൽ സെറ്റാണ് ഈ വീട്. ഇങ്ങനെ ആക്കുക. ഇനി ഇതിൽ കൂടെ തന്നെ അടുത്തേക്ക് പോവാ ഗൈസ്. ഇതിൽ കൂടെ തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് പോവാ. ആടെ പോകുമ്പോൾ നമുക്ക് മറ്റേ അത് വെട്ടണം. ആ മരത്തിൻ്റെ പുല്ലില്ലേ, അത് വെട്ടണം ഗൈസ്, അല്ലെങ്കിൽ ആവൂല. കണ്ട പോവൂല അല്ലെങ്കിൽ. ഇനി ഇതും കൂടി വെട്ടിയായി. വീട്ടിൻ്റെ ഉള്ളിൽ പുല്ലുണ്ടാവാറ്. പുല്ലുണ്ടായ സീനൊന്നുമില്ല, പക്ഷേ എങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ് നമുക്ക് ഇങ്ങനെ തന്നെ ആക്കാം. ഇതാവൂലേ, അപ്പം ഞാൻ തുള്ളേണ്ടി വരും. ഇതൊന്നും താഴോട്ട് പോകത്തെ ഗൈസ്, താഴോട്ട് പോകുന്നില്ല. ഇതൊന്നും താഴോട്ട് പോകത്തെ ഗൈസ്, താഴോട്ട് പോകുന്നില്ല ഗൈസ്. അങ്ങനെ താഴോട്ടേക്ക് തുള്ളാൻ പറ്റുമോ? ഒന്നുമില്ല. ഇതെങ്ങനെ തുള്ളുക നോക്കാം താഴോട്ടേക്ക്. നിന്നിട്ടാവും നോക്കാം. ഒന്നുമില്ല ഗൈസ്. നിന്നിട്ടാവുമായിരിക്കും ചിലപ്പോൾ അല്ലേ. ഇവിടുത്തെ പുല്ല് വെട്ടിയിട്ട് ഈ സാധനം കൂടി വെട്ടാ. ഷെയ്ഡാക്കിനെ. ആ ഭാഗം വെട്ടേണ്ട ഞാൻ ഷെയ്ഡാക്കിയിട്ട് കണ്ട. ഇങ്ങനെ തുള്ള. ഇനി നമുക്ക് മുകളിലേക്ക് കോബിൾ സ്റ്റോൺ വെക്കാം. റോ മട്ടൻ മാറ്റി വെക്കാം. നമുക്ക് എന്തായാലും ഒന്നും കൂടി ഇങ്ങനെ വേണം. മറ്റേ മേൽക്കൂരക്ക് വേണ്ടിയിട്ട് മറ്റേ ഇതെല്ലാം ആക്കട്ടെ, മൈൻ ചെയ്യണ്ടേ. എന്താ പറയുക, ആ സാധനമില്ലേ, മറ്റേ സാധനമില്ലേ ഗൈസ്, അതന്നെ. അതന്നെ എന്നാണ് അതിൻ്റെ വരുന്നത്. അതന്നെ സ്റ്റെയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈൻ ചെയ്യണം. അതുകൊണ്ട് ഗൈസ് നേരത്തെ പറഞ്ഞത് അത് എൻ്റെ ഏട്ടനോട് പറഞ്ഞാണ്. അത് ആ ഭാഗം സ്കിപ്പ് അടിച്ചോ നിങ്ങൾ. നമുക്ക് ഇവിടുന്ന് താഴോട്ടേക്ക് തുള്ളണം. എന്നിട്ടിങ്ങനെ ആക്കണം, ഈ വീടാക്കണം. എന്നാലേ ആവൂ ഗൈസ് ഈ വീട്. താഴോട്ടേക്കുള്ളിൽ ലൈഫ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു മട്ടൻ തിന്നാം, അല്ല ഒന്നും കൂടി തിന്നാം ഗൈസ്. എന്നാലേ കയറി ലൈഫ്. കണ്ട ലെഫ്റ്റ് സൈഡിൽ മറ്റേ ഒരു റെഡ് ലൗച്ചിനും കണ്ട, അതാണ് നമ്മൾ ലൈഫ്. ഇതാ നമ്മൾ വന്നിട്ടില്ല ഗൈസ്. ഇവിടെ ഒരു വലിയ ടണലാക്കാം നമുക്ക്. ആരും ലൈക്ക് ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ അല്ലേ. എല്ലാവരും ഇപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇപ്പോൾ 10 സബ്സ്ക്രൈബേഴ്സായി. ഇനി നമുക്ക് 100 ആവുമോ നോക്കാം. എങ്ങനെയെങ്കിലും 100 ഒരു ലൈവ് ഇടും. നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സായാൽ നമ്മളുള്ള ലൈവ് വീഡിയോ ഇടും ഗൈസ്. നമുക്കൊരു മാക്സിമം ഒരു സ്റ്റാക്ക് ആവുക നോക്കാം.
ഞാൻ നേരത്തെ പറഞ്ഞ 100 സബ്സ്ക്രൈബേഴ്സായ ലൈവില്ലേ, അത് നമുക്ക് നോക്കാം. 100 സബ്സ്ക്രൈബറായ ലൈവ് വീഡിയോ ആകുമെന്ന് ഗൈസ്. ഗൈസ്, നമ്മളിപ്പോൾ ഒരു ഫർണിച്ചർ ആക്കിയിട്ടുണ്ട്, അല്ല ഫർണസ് ആക്കിയിട്ടുണ്ട്. അത് നേരെ തിരിച്ചാക്കണ്ടേ, ഫ്യൂവലല്ലേ ഇത് നോക്കണ്ടേ? ഫ്യൂവലിൽ ഇത് നോക്കണ്ടേ ഗൈസ്. നമ്മൾ ബ്രിഡ്ജ് പ്ലാങ്ക് നേരത്തെ ഇൻപുട്ടിൽ വെച്ച് ഇൻപുട്ടിൽ റോ മട്ടന് നോക്കണ്ടേ. പിന്നെ ഫ്യൂവലിൽ മറ്റേ ബ്രിഡ്ജ് സാധനം ബ്രിഡ്ജ് പ്ലാങ്കോയിന് വെക്കണ്ടേ. അത് നമ്മൾ നേരത്തെ തിരിച്ചു വെച്ചു പോയി. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒന്ന് തിന്നാം ഈ റോ മട്ടൻ, അല്ല കുക്കഡ് മട്ടൻ. ഗൈസ്, ലൈഫ് വരുന്നുണ്ട്. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാം ലൈഫ് വരുന്നത്. ഇനി നമുക്ക് ഡേർട്ടെല്ലാം കുറച്ച് എടുക്കണം, എന്നാലേ മുകളിലോട്ട് പോകാൻ പറ്റൂ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കുടുങ്ങിപ്പോവും. ഗൈസ്, സ്കൂള് കിട്ടി നമുക്ക്. ഇത് നമുക്ക് മറ്റേ പ്ലാങ്കൊന്നും വെക്കണ്ട, നമുക്കിത് ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ഈ കോള് വെച്ചാൽ മതി. ഫ്യൂവലിൻ്റെ അടുക്ക പ്ലാങ്ക് വെക്കണ്ട, കോള് വെക്കാം. നമുക്ക് വീട് എങ്ങനെ ഉണ്ടാവുമോ, രസം ഉണ്ടാവുമോ, അല്ലെങ്കിൽ പൂച്ചത്തോട്ടം പോലെ ഉണ്ടാവുമോ നമുക്കറിയില്ല. നമുക്ക് നോക്കാം ഗൈസ്. എന്തായാലും കാണാൻ കൊള്ളായിരിക്കും. രാത്രിയായി ഗൈസ്, അതുകൊണ്ട് നമുക്കിവിടെ ബെഡ് വെച്ചിട്ട് ഇറങ്ങാം. ഗൈസ്, ഇതിനെങ്ങാറ്റി ഇതിൻ്റെ പുറത്ത് ഗ്ലിച്ചടിച്ചിട്ട് നമ്മൾ ആർക്കറിയാം. ഇല്ല ഗൈസ്, നമുക്ക് തൽക്കാലത്തേക്ക് ഇടക്കാം. റീസ്പോൺ പോയിൻ്റ് സെറ്റാക്കി നമ്മൾ. അതാ വീടുന്നെങ്കിലും സോംബിയ ക്രീപ്പർ അങ്ങനത്തെ പൊട്ടിത്തെറിച്ചാൽ നമ്മൾ ചാവൂലേ. അപ്പം നേരെ തന്നെ വരും. അതും പൊട്ടിത്തെറിച്ചാൽ നമ്മൾ ഫസ്റ്റ് സ്പോണായ സ്ഥലത്തായിരിക്കും വരിക. ഫസ്റ്റ് സ്പോണായ ഒരു ഐലൻഡില്ലേ, അവിടെ ആയിരിക്കും വരിക. അത് വല്ല പണിയാണ്. അതുകൊണ്ട് നമുക്ക് വേഗം ഇത് കുഴിച്ചിട്ടെടുക്കാം. ഞാൻ ഒരു സ്റ്റാക്ക് ആക്കാൻ നോക്കുന്നത് ഗൈസ്. ഒരു സ്റ്റാക്കായി. ഒരു സ്റ്റാക്കും 5 ഒരു 18 ആക്കാൻ നോക്കാം. 18 ആക്കാം ഗൈസ്. വേണമെങ്കിൽ കൂടുതൽ വരും. 18 മതി. നമുക്ക് മുകളിലേക്ക് പോവാം. നമ്മൾ ഫർണസിൻ്റെ ഉള്ളിൽ നേരത്തെ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ വെച്ച മട്ടൻ അല്ലേ. ഡേർട്ട് എടുത്തിട്ട് അങ്ങനെയല്ല ഗൈസ്. നമുക്ക് ഡേർട്ട് എടുത്തിട്ട് ഇങ്ങനത്തെ ഡേർട്ട് എടുത്തിട്ട് ഇതാക്കാം ബക്ക ഗൈസ്. ഡേർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോവാ. എന്താ ഗൈസ്, വീട് കൊടുത്തു. ഇത് ഗൈസ്. ഗൈസ്, ഇവിടെ മറ്റേ സ്കെൽട്ടൻ ഉണ്ട്. സ്റ്റോൺ സോഡ് കിട്ടി. നമുക്ക് മറിഞ്ഞ കൊല്ല. ഓനെടുത്തു ഗൈസ്. സ്കെൽട്ടനെ കാണാനില്ല. ഇവിടെ ഉണ്ടാ വനമാലനെ കൊന്നപ്പോൾ നമുക്ക് ഒരു ബോണും 2 ഇതും കിട്ടി, 2 എയറോയും കിട്ടി. അപ്പം നമുക്ക് സ്പൈഡറിങ് കൂടി കൊന്നിട്ടുക. സ്ട്രിങ് ഗൈസ്, 2 സ്ട്രിങ്ങും ഒരു സ്പൈഡറേയും കിട്ടി നമുക്ക്. മൈൻക്രാഫ്റ്റിനെ പറ്റിയിട്ട് കുറേ ഒന്നും അറിയില്ലെങ്കിലും നല്ലോണം അറിയാം ഗൈസ്. നമുക്ക് മുകളിൽ കയറി പോവാം. മൈൻക്രാഫ്റ്റ് 2010 ഇങ്ങോട്ട് ഇറങ്ങിയതാണ്.
നമുക്ക് വേറെ യൂട്യൂബ് ചാനലും കൂടി ഉണ്ടാക്കണം. അതിൻ്റെ പേര് എന്തും കൂടെ വേണമെങ്കിൽ ഉണ്ടാക്കാം. വേണ്ട ഗൈസ്, യൂട്യൂബ് ചാനൽ വേറെ വേണ്ട, ഇത് തന്നെ മതി നമുക്ക്. ഇതെത്ര സമയമായി കളിക്കുന്നത്? ഇനി ഒരു 15 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇപ്പം 15 മിനിറ്റും 44 സെക്കൻഡുമായി. ഇനി ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതാക്കാം. നമുക്ക് സ്റ്റെയർ വെക്കാം ഗൈസ്. ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റെയർ വെക്കുന്നത്. ഞാൻ പണ്ടെല്ലാം സ്റ്റെയർ വെക്കുവരെ, പക്ഷേ അത് മറ്റൊരു മാതിരി ഞാൻ പറയാ, ഇപ്പില്ലേ എന്താ പറയാ, വൃത്തി ഉണ്ടാവില്ല, അങ്ങനെ പറയാം. വേറെ എന്നൊക്കെ പറയാൻ അറിയില്ല. എല്ലാവരും സബ്സ്ക്രൈബെല്ലാം ചെയ്യണേ, എന്നാലും നമുക്കൊരു 1000 എത്തിക്കാൻ പറ്റൂ. 1000 എന്നും നമുക്ക് 1000 എത്താൻ 990 സബ്സ്ക്രൈബേഴ്സും കൂടി വേണം. ഇപ്പം നമുക്ക് 10 ആയിട്ടുള്ളൂ. 100 എത്താൻ ഇനിയൊക്കെ 90 മതി. 90 സബ്സ്ക്രൈബേഴ്സ് മതി. അത് വെറുതെ ഒന്നും ആവില്ല, ആരെങ്കിലും കാണണം ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, കാണുന്നവരെല്ലാവരും പ്ലീസ്. നമുക്കൊരു 100 എങ്ങനെയെങ്കിലും എത്തിക്കാൻ നോക്കാം. ഇനി നമുക്ക് ഈടെയെല്ലാം വെക്കാം. ഇത് വെച്ച് ഗൈസ്, ഇത് ചുറ്റുമ്പൊക്കെ ഇത് മതിയാവുക, അല്ലെങ്കിൽ ഇത് വർത്താ അല്ല, ഇത് കൂടുതൽ എക്സ്ട്രാ ഉണ്ട് എന്ന് തോന്നുന്നു ഗൈസ്. അതെ, എക്സ്ട്രാ ഉണ്ട്. എന്നും 23 എൻ്റെ കയ്യിലുണ്ട് സ്റ്റെയർ. ഇവിടെ കണ്ടേ നിങ്ങൾ? കണ്ട ഏതാ മോനെ രസം? മൈൻക്രാഫ്റ്റ് ഉണ്ടാക്കിയ ആളെ സമ്മതിക്കണം. ആ സ്റ്റെയറിങ്ങനെ തിരിഞ്ഞിരുമ്പം കണ്ട. ഇനി ഇങ്ങനെ ആക്കുമ്പോൾ ഒരു ടാസ്ക്, നമ്മൾ ഈടെ ഒരു സ്റ്റെയർ വെക്കണം. കണ്ട, ഇങ്ങനെ സ്റ്റെയർ വെച്ചിട്ട് ഇതിൻ്റെ അല്ല, അത് എന്തൊരു പൊട്ടിച്ചേ, അത് അങ്ങനെ തന്നെ വെക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ വരിക. ഇത് താഴേക്ക് പോകുന്ന തോന്നുന്നു ഗൈസ്. ഇത് താഴേക്ക് പോകുന്ന നമുക്കിനി ഇങ്ങനെ ആക്കാം. ഇനി ഇതും കൂടി വെച്ചിട്ട് അത് പൊട്ടിക്കണം. അത് പൊട്ടിച്ചിട്ട് നേരെ ആക്കണം. അത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ തന്നെ പോവുക. ഗൈസ്, ഇത് കുറച്ചേ ഉള്ളൂ. എന്നും 17 ഉള്ളൂ. ഒന്ന് താഴെ വീണോ? ഇതൊന്നും ഇങ്ങനെ തിരിയുന്നേ. നമ്മളിത് ഒരു 2 അട്ടി വിടാ ഗൈസ്. ഈ ഷീപ്പെല്ലാം ഇടുന്ന കയറിയിരുന്നേ. നമുക്ക് മറ്റേ ഒരു നല്ല ഇതാക്കണം, വലിയ ഫർണിച്ചറെല്ലാം ആക്കിയിട്ട് മറ്റേ ഒരു മോഡ് ഉള്ള പോലെ ആക്കണം. അതെല്ലാം PC-യിലാകും പറയുന്ന കേട്ടിന്, പക്ഷെ നമ്മൾ ഫോണിലാക്കും. അതാണ് നമ്മളെ കഴിവ്, ആകെയുള്ള കഴിവ്. നമുക്ക് അങ്ങനെ ആക്കാം. ഇതെന്തിനാ വീഡിയോയിലാക്കുന്നേ? ഗൈസ്, അത് പൊട്ടിച്ച് നമ്മൾ ഗൈസ് മറ്റേ ഇതില്ലേ, ഈ മൈൻക്രാഫ്റ്റിൽ ഇഷ്ടം പോലെ മോഡുണ്ട്. അതിൽ മറ്റേ 3/4 ഭാഗവും
കുറേ ആൾക്ക് ഇഷ്ടമാണ്, ഹൊററാണ്. എനിക്കും ഹൊറർ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇതുവരെ ഒരു മോഡും കളിച്ചിട്ടില്ല ഹൊററായിട്ട് കളിച്ചിട്ടില്ല. ഫണ്ണി ആയിട്ടെല്ലാം കളിച്ചിട്ടുണ്ട്. അതെങ്ങനെ ഫ്രീ ആയിട്ട് മറ്റേതിൽ പൈസ കൊടുക്കാണ്ട് ആക്കുമെന്നോ ഒരു വീഡിയോയിൽ നമ്മളിടും. ഗൈസ് ഈ പിക്കാക്സിൻ്റെ ഹെൽത്തിന് കുറച്ചും കൂടിയേ ഉള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. അല്ല പൊട്ടും. ആ പൊട്ടുമ്പോൾ ഒരു ഒച്ചൊരു നിർത്തി എന്താ ചാക്കൊന്നും അറിയില്ല, അതൊന്നും ഉണ്ടാക്കാനൊക്കെ അറിയില്ല. നമുക്കിത് പൊട്ടിച്ചിട്ട് നേരെ ഒക്കെ കണ്ട ഇത് ഇവിടെയും കൂടിയൊക്കെ ഇതാണ് പ്രശ്നം. സൈഡിൽ നിന്ന് ആക്കാറ്, നേരത്തെ തന്നെ ആക്കണം. കണ്ട കറക്റ്റ് ഗൈസ്, കറക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ്. അതിനായിട്ടാ ലാസ്റ്റ് ഉണ്ടായേ. കറക്റ്റ് കൃത്യം. നമ്മളെടുക്ക ഒരു മട്ടയുണ്ട്, അത് തിന്നപ്പോൾ നമ്മൾ ഹെൽത്ത് കൂടും. എവിടെയല്ലേ നമ്മൾ ഇവിടെ നമ്മൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്? എവിടെയാന്ന് തോന്നുന്നു അല്ലേ? ഇവിടെയല്ല, ഗൈസ് നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ കുഴിച്ച് നോക്കാം. ഗൈസ് ഇതന്നെ നമ്മൾ നേരത്തെ കുഴിച്ച സ്ഥലം ഇതാണ് ഗൈസ്. നമുക്കെന്തെങ്കിലും മാർക്ക് ഉണ്ടാക്കി വെക്കാം. അത് ഞാൻ മറക്കും. പിന്നെ നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ ബോഡി മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ വീടിൻ്റെ. ബാക്കി അടുത്ത വീഡിയോയിലാണ് നമ്മളിവിടെ. ഇപ്പം നൈറ്റും അല്ല, ഇവിടെ തണ്ടർ സ്റ്റോംസ് ഡ്യൂറിങ് ചെയ്യുന്നുണ്ട്. തണ്ടർ സ്റ്റോം മീൻസ് മറ്റേ സോംബി അങ്ങനത്തെ മറ്റേതില്ല, ക്രീപ്പർ, സ്കെലട്ടൻ, സ്പൈഡർ, അവരെല്ലാമാണ് തണ്ടർ സ്റ്റോംസ്. അവരിവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഉറങ്ങാനും പറ്റില്ല. ഗൈസ് നമ്മൾ പിക്കാക്സ് പൊട്ടി, അതുകൊണ്ട് നമുക്കൊരു പുതിയ പിക്കാക്സ് ആക്കാം. നമുക്ക് തൽക്കാലം ഇന്ന് ഉറങ്ങാം ഗൈസ്. ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഉറങ്ങാം. ഇതും കൂടി കുറച്ചും കൂടി പൊട്ടിച്ചിട്ട് ഉറങ്ങാം. യെസ് ഗൈസ്, ഈ മൈൻക്രാഫ്റ്റിൽ ഫുള്ള് ബ്ലോക്ക് ആയിട്ടേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, ബ്ലോക്ക് അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഈ ഗെയിം നല്ലോണം ഇഷ്ടമാണ്. ഈ ഗെയിമിൽ കുറേ ഇതുണ്ട്, കുറേ എന്താ പറയുക, എന്താ പറയണ്ട അറിയില്ല, എന്തെല്ലാം ഉണ്ട് ഈ ഗെയിമിൽ. നമ്മളെ ക്രിയേറ്റിവിറ്റി ഇത് കളിച്ചിട്ട് കൂട്ടും ഗൈസ്. ഇത് അത്രക്കും നല്ലതെന്ന് ഞാൻ പറയുന്നില്ല. കുറേ സമയം കളിക്കുന്നതിന് നല്ലതല്ല, ആർക്കും നല്ലതല്ല, എനിക്കും നല്ലതല്ല, നിങ്ങൾക്കും നല്ലതല്ല. ഒരു ദിവസമല്ല കുറച്ച് നോക്കുന്നത് നല്ലതാ. ഗൈസ് ഇതിൽ ചെറുങ്ങനൊരു ലാഗുണ്ട്. ലാഗുള്ളതുകൊണ്ട് ഇത് ഒറിജിനൽ മൈൻക്രാഫ്റ്റാണ്, ബെഡ്റോക്ക് അഡിഷൻ. പിന്നില്ല, ഞാൻ ഈ മൈൻക്രാഫ്റ്റ് കളിക്ക് പുതിയതായിട്ടൊരു സാധനം കണ്ടേ, എന്തോ ഒരു കുന്തം പോലത്തെ. അത് ഞാൻ പയ്യെ കാണിച്ചുതരാം ഗൈസ്. ഈ ആക്സിൻ്റെ ഹെൽത്ത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചുതരാം. എന്തായാലും സ്റ്റെയർ ഉണ്ടാക്കണമല്ലോ, അപ്പം ഞാൻ കാണിച്ചുതരാം. സ്റ്റെയർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കാണിച്ചുതരാം. മറ്റേ ആ സാധനം, ആ കുന്തം പോലത്തെ. ഗൈസ് ഇതൊന്ന് ഇവിടെ വിളിച്ചോ.
വെറൈറ്റി സാധനം തന്നെ ഗൈസ്. ഗൈസ് വെളിച്ചം പോയി. നമുക്ക് ആ ഭാഗം ഒന്ന് പൊട്ടിച്ച് നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിലോ. ഗൈസ് ഒന്നുമില്ല, വെറുതെ പൊട്ടിച്ച്. എന്തായാലും 2 കിട്ടിയില്ലേ വെറുതെ. ഗൈസ് ഇപ്പം നമുക്ക് നോക്കാം. മൈൻക്രാഫ്റ്റ് കുറേ എഡിഷൻ ഉണ്ട്. 1.21 ഉണ്ട്, 1.20 ഉണ്ട്, 1.70 ഉണ്ട്, 80 ഉണ്ട്, 90 ഉണ്ട്, 20 ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പം ഞാൻ ഇത് എൻ്റെ 1.21 ആണ് ഗൈസ്. ഇതിലിപ്പോൾ കോപ്പർ ഗോൾ എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. അതിനെ അടുത്ത വീഡിയോയിൽ എങ്ങനെ ഉണ്ടാക്കുമെന്ന് കാണിച്ചു തരാം ഗൈസ്. ഓ ഗൈസ്, നമുക്ക് മറ്റേ ലൈറ്റർ ഉണ്ടാക്കേണ്ട സാധനം കിട്ടി. ആ സാധനം നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. നമുക്ക് ഇത് ആക്കാൻ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ കുന്തം പോലത്തെ സാധനം കാണിച്ചിരുന്നത്, അത് കാണിച്ചു തരാം ഗൈസ്. ഇപ്പം ഈ പിക്കാക്സിൻ്റെ ഹെൽത്ത് കഴിയും. അപ്പം ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പം ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പം ഞാൻ കാണിച്ചു തരാം പൂട്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഗൈസ് ഞാൻ കാണിച്ചു തരാം. സ്റ്റെയർ ഉണ്ടാക്കലാണ്. നേരെ ഇൻവെൻറ്ററിയിൽ പോയിട്ട് ഓ ഗൈസ്, ഞാൻ മറന്നുപോയി അത്. അതിനെ അടുത്ത വീഡിയോയിൽ കാണിക്കുക ആ സാധനം. അല്ല ഇപ്പം കാണിച്ചാൽ കണ്ട ഒരു കുന്തം പോലത്തെ സാധനം. അതാ ഞാൻ പറഞ്ഞേ. ഇതെടുത്ത് നമുക്ക് മുകളിലേക്ക് പോവാം. നമ്മൾ നേരത്തെ പോർക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നല്ലേ, അതിനാ ഇപ്പോൾ ഓർമ്മ വരുന്നേ. ഇലക്കൂടെ തുള്ളിയാലും മുകളിലെത്താം. ഇലക്കൂടെ പറ്റൂല. ഡേർട്ട് ഇട്ടിട്ട് ആക്കാം. മുകളിലേക്ക് പോവാം. ഇതല്ല ഇലക്കൂടെ ഒന്നും പറ്റുന്നില്ല ഗൈസ്. ഓ നമ്മളാഴ്ന്നുള്ളന്നേ കണ്ട. നമ്മൾ നേരെയല്ല തുള്ളിയ ഗൈസ്. ഇനി നമുക്ക് സ്റ്റെയർ ആക്കാം. വീടെടുത്തു ഗൈസ്. സ്കെൽട്ടൻ കൊല്ലി. യെസ് ഗൈസ്, കൊന്ന്. അവിടെ സ്പൈഡറിനെ കണ്ടേ. എന്നാ റോട്ടൻ മീറ്റ് കണ്ട ഗൈസ്. സ്പൈഡർ അതിനെയും കൂടെ കൊന്നിട്ട് പോവാ. വെറുതെ ഇരിക്കും സ്പൈഡറിനെ നമുക്ക് കൊല്ലണം. ഇത് കേവ് സ്പൈഡറാ? ഇവിടെ കേവുള്ളേ ഗൈസ്. ഇത് കേവ് സ്പൈഡറാണ് തോന്നുന്നത്. നമുക്ക് മുകളിലേക്ക് പോവാ. ഓ ഇതെങ്ങനെ മുകളിലേക്ക് പോവാ? നമ്മളോടൊക്കെ ഇതില്ലേ പ്ലാങ്ക് വെച്ചിട്ട് മുകളിലേക്ക് പോവാം ഗൈസ്. ഇപ്പം നമ്മൾ മുകളിലേക്ക് പോകുന്നുണ്ട്. ഓ ഇത് നമ്മൾ സ്റ്റെപ്പ് പോലെ വെച്ച് ആക്കാനറിയില്ല എന്തിനാ വെച്ചാൽ. ഞാൻ കണ്ടെടുക്കലും വെക്കുന്നത് പൊട്ടറാണ്. പണ്ട് ഞാൻ കളിച്ചപ്പോലെ ഹാർഡ് കോറിൽ കളിക്കലുണ്ടായിരുന്നു ഞാൻ മൈൻക്രാഫ്റ്റ്. അപ്പോഴെല്ലാം ഞാൻ പൊട്ടലും ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു വേൾഡ് കളിച്ചിന്. അതിൽ ഞാൻ ചത്തിട്ടില്ല, പക്ഷേ എങ്കിൽ അത് ഞാൻ ഇപ്പോൾ കളിക്കലുമില്ല. അത് വേറെ ഫോണിനേനോ ഞാൻ കളിക്കലേ ഗൈസ്. അതുകൊണ്ട് മറ്റേതാവും മാറ്റം ഉണ്ടാവും. ഇത് ഹാർഡ് കോറല്ല, വെറും ഇതാണ്. ഓ ഗൈസ്, പറയുന്ന പോലെ നമ്മൾ ചത്തില്ല ഈ വേൾഡിൽ ഇതുവരെയായിട്ട്. ഇത് നോർമൽ ഈസി മാറ്റാന്ന് ഗൈസ്. നമുക്ക് ഇത് ഞാൻ നേരെ വെച്ചിട്ട് പൊട്ടിക്കാം. പോർക്കെടുത്ത് വെക്കാം കയ്യിൽ. എന്നിട്ടൊന്ന് തിന്നാം നമുക്കിപ്പോൾ, എന്നാലും ലൈഫ് കൂടും ഗൈസ്. ഇനി നമുക്ക് നേരെ വെക്കാം.
ഈ വേൾഡിന് ഞാൻ ക്രിയേറ്റീവ് എടുത്തിട്ടില്ല ഗൈസ്. ഇതുവരെ ഞാൻ ഒരു വേൾഡിൽ ക്രിയേറ്റീവ് എടുത്തിട്ടില്ല. കാരണം ഒരു വേൾഡിൽ ഞാൻ ക്രിയേറ്റീവ് എടുത്തിട്ടുള്ളൂ. അതെന്നാ ഗൈസ് എന്ന് വെച്ചാൽ അതില്ലേ, ഞാൻ ഒരു വേൾഡിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ മരിച്ച്. അപ്പം ഞാൻ മറ്റേതായി അങ്ങനെ മരിച്ചേ. ഞാൻ സ്പോൺ ചെയ്ത സ്ഥലത്തു നിന്നല്ല. അതുകൊണ്ട് ഞാൻ ക്രിയേറ്റീവ് എടുത്ത് നോക്കി. അപ്പം നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ക്രിയേറ്റീവ് എടുത്തിന്. പിന്നെ ഞാൻ ക്രിയേറ്റീവ് എടുത്തിട്ടില്ല. അത് പണ്ടെപ്പോഴും. ഇക്കൊല്ലല്ല, ഇക്കൊല്ലം ആദ്യമായിട്ടാണ് ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കുന്നത്. ഇക്കൊല്ലം ഈ മാസം, അതായത് ഏപ്രിൽ മാസത്തിലാണ് ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കുന്നത്. നമുക്കിനി നേരെ തിരിച്ച് നോക്കാം ഇതുപോലെ. ഗൈസ് 30 മിനിറ്റല്ലായി. ഞാൻ നേരത്തെ ഓർത്തില്ലേ 30 മിനിറ്റായ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി ഇതും കൂടി ആയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് പുതിയൊരു വീഡിയോ അടുത്ത ദിവസമാക്കും. അതായത് നാളെ ഇടും. നാളെ എപ്പോഴെങ്കിലും ആയിട്ടിടും. ഇതെന്തിനാ അങ്ങോട്ടേക്കൊന്ന് ഗൈസ് നേരത്തെ നോക്കാം. നേരെ വന്ന് ഗൈസ്. എന്നാലും കുറേ ഉണ്ട് ഗൈസ്. എക്സ്ട്രാ കുറേ ഉണ്ട്. ഇതെന്ത് വീട് ഇങ്ങനെ. പിന്നെ അപ്പുറത്തെ ഭാഗം നിങ്ങളുണ്ട്. അപ്പുറത്തെ ഭാഗം ഇങ്ങനെ സൈഡായിട്ട്. ഈ ഭാഗമല്ലേ വൃത്തി? ആ ഭാഗം തന്നെ ഇപ്പം സ്റ്റെയർ വെച്ച ഭാഗം. അപ്പുറത്തെ ഭാഗം വൃത്തിയില്ലല്ലോ. എന്തോ ഒരു മിസ്സിങ് പോലെ ഇല്ലേ? പിന്നെ മുകളിൽ സ്റ്റെയർ വെക്കാനോ? ഇല്ല ഗൈസ്, അത് നേരെ ആവുന്നില്ല. നമുക്ക് ഈ വേൾഡിൽ എങ്ങനെയെങ്കിലും ഒരു ഇതാക്കാൻ നോക്കാം. ഒരു വലിയ ഫാമില്ലേ, പട്ടി ഫാമോ അങ്ങനെ എന്തെങ്കിലും ഫാം ആക്കാൻ നോക്കാം. പട്ടി ഫാമല്ല, മറ്റേ ബോൺ ഫാമില്ലേ, അത് ബോൺ വീലും ഉണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ. ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യും.